കോമഡി തള്ളൽ. എന്താണ് അടുത്ത ഐറ്റം? ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെയുടെ ഭാഗമായിട്ടാണല്ലോ ഫ്ലവേഴ്സ് കോമഡി തള്ളൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ പ്രധാനപ്പെട്ട ഐറ്റം എന്താ? സ്കിറ്റ്. അപ്പൊ പിന്നെ തള്ളലിൽ സ്കിറ്റ് ഇല്ലാതെ എന്താ ആഘോഷം? അടുത്തായിട്ട് വരാൻ പോകുന്നത് ഒരു കിടിലൻ സ്കിറ്റ്. മതി അടിപൊളി സെറ്റപ്പാണ്ട് ഇടുക്കാച്ചാട്ടുണ്ട് കേട്ടോ. പിന്നെ മട്ടന്, ചിക്കന്, ബീഫ് ഒലത്തിയത്, മട്ടൻ ജ്യൂസ്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പുറത്ത് വെച്ചപ്പോണ്ട് ഒരെണ്ണത്തെ കൈ തൊടരുത്. അടിച്ച് ഞാൻ ഒടിക്കും കൈ. പറഞ്ഞ മനസ്സിലായല്ലേ കേട്ടോ? ഇനിയും ഡാൻസ് ഉള്ളതാ. വാരി വലിച്ച് കയറ്റിട്ട് ഡാൻസ് കളിക്കാൻ അവസാനം വയറ് ചാടെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. എന്തോടാ ചകിരി വെച്ച് വിറ്റ് ചെയ്തേക്കുന്നു? പാല് കുടിക്കുവാടാ? കുടിക്കുവോ? കടയിൽ പോയി കയറ്റിയാൽ മതി. പോ. പാല് പൂച്ചാൻ നടക്കുന്നു. എടാ ഇവിടുത്തെ അവന്റെ മാനേരെ പറഞ്ഞ എടാ നീയല്ലേടാ എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് വന്നിട്ട് ചെതലരിച്ചതോ ഉറുമ്പെടുത്തതോ കൊണ്ടുവരാന്ന് പറഞ്ഞത്? ചെതലരിച്ചതാ? ഓ പിന്നെ സിനിമയിലെ ചെതലരിച്ചതോ ഉറുമ്പെടുത്തതോ കൊണ്ടുവരാ നീയല്ലേ പറഞ്ഞത്? സെലിബ്രിറ്റി. ആ ശരി, ഏതായാലും ഇത് സാധനം എടാ. സെലിബ്രിറ്റി ഒക്കെ ഇപ്പം വരും. എവിടെ വരും? ആരാണ്? ആര്? നമ്പ്യാനായര്. അത് എനിക്കറിയത്തില്ല. എനിക്ക് സംഭവം ഏത് പടത്തിനകത്തുള്ളത്? ഏത് പടം? അണ്ണനറിഞ്ഞൂടെ പടം? നമ്പ്യാനായർ അഭിനയിച്ച പടം അറിഞ്ഞൂടെ? എന്തോ എനിക്കറിഞ്ഞൂടെ. ഞാൻ കുറെ സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും പിടിയില്ല. എടാ എന്റെ ദൈവമേ, എന്റെ ഇത് ചെതലടുത്ത കൂടെ ഇപ്പൊ പടം അറിഞ്ഞൂടാണ് എനിക്ക്. നന്ദനത്തിലെ വന്ദനത്തിലാ അതിന് സൂപ്പർ പാട്ടുണ്ട്, നീ കണ്ടിട്ടില്ലേ? അങ്ങോട്ട് മാറിയില്ല, ഇങ്ങോട്ട് മാറിയില്ലേ? മൂന്നുക്ക് കൂത്താട്ടം കാണിക്കുന്നത് കേട്ടോ കൊച്ചിന്റെ കല്യാണമായിട്ട്. വന്ദനമല്ല, നന്ദനത്തിലെന്ന്. നന്ദനത്തിൽ ഏത് വേഷമാടാ? മറ്റേ ബാലാമണി. മനസ്സിലായത്? എനിക്ക് ഇപ്പഴല്ലേ മനസ്സിലായേ? എനിക്കറിയാവോ? പിന്നെ ബാലെ മണി അടിക്കുന്ന വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ? പാലയിൽ ഏത് പള്ളിയിൽ മണി അടിക്കുന്നത്? ബാല നിങ്ങൾ ബായി പറഞ്ഞ് ഞാൻ വിളിച്ചു പറയും. എന്റെ മനുഷ്യനെ ബാലക്കകത്ത് തുടങ്ങണമെങ്കിൽ കൊച്ചു മണി അടിക്കണം. അല്ലേടി കൊച്ചേ? ഇരിക്കുന്ന ഇരിപ്പ് നോക്ക്. എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ചെറുക്കന്റെ കല്യാണ ദിവസമാണെന്ന്. ഇന്ന് ഞാൻ ഒരു സീരിയസ് കാര്യം കേൾക്കുന്നില്ല, ഒരു കാര്യം കേൾക്കില്ല. മല ഇടിഞ്ഞു വന്നാലും എനിക്ക് പ്രശ്നമില്ല. നീ പോകാൻ പറഞ്ഞില്ലേ? എന്നാ ആ മല ഇടിഞ്ഞ് ഇങ്ങോട്ട് വരണുണ്ട്. ഏത് മല? നിങ്ങൾ ആദ്യത്തെ ഭാര്യ. ഓ ഇപ്പൊ കല്യാണം കഴിഞ്ഞു പോയില്ലേ അവന്റെ തള്ള. എടാ അത് മലയല്ല, ഹിമാലയ പർവ്വതം ഇടിഞ്ഞു വരുന്നതാ. പോയി തടയടാ. എന്നെ കൊണ്ട് തടയാൻ പറ്റൂല. ഞാനിപ്പോ വന്നാലും ഞാൻ തടയൂല. ഇങ്ങോട്ട് കയറിപ്പോണ്ടാ. തോമസ് കുട്ടി, നിങ്ങൾക്കറിയാവോ ഞാനങ്ങ് വണ്ടം മേട്ടിന്ന് വരുവാ. വണ്ടിന്റെ കൂട്ടിൽ നിന്ന് വരാൻ നീ ആര്? കൊമ്പൻ ചെല്ലിയ. നിങ്ങൾക്കിപ്പോ ഞാൻ കൊമ്പൻ ജില്ലയായല്ലേ? പണ്ട് ഞാൻ തേയില നുള്ളിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് നുള്ളി, എന്റെ വയറൊന്ന് തള്ളി. 3 മാസം പ്രായമുള്ള എന്റെ പിള്ളയും കൊണ്ട് നിങ്ങൾ അങ്ങ് മുങ്ങി. ഇന്ന് ഞാൻ നിങ്ങളെ പൊക്കാൻ ഇവിടെ പൊങ്ങി. മര്യാദക്ക് എന്റെ ചെറുക്കന് മര്യാദക്ക് നിങ്ങൾ ഇറക്കിവിടെ. ഞാൻ അറിയാതെ എന്റെ കുഞ്ഞിന്റെ കല്യാണം നിങ്ങൾ നടത്തിയില്ലേ? ഞാൻ അനുവദിക്കില്ല. എന്റെ കുഞ്ഞിനെ കൂടെ ഞാൻ പോകത്തുള്ളൂ. എന്റെ പൊന്നു ചേച്ചി ഒന്ന് അടങ്ങ്. എന്തുവാടാ അടങ്ങ്? ഒരു കല്യാണം നടന്ന വീടാണ്. ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കലിപ്പാണ് ഇവിടെ. അറിയാല്ല? അറിയട്ടെടാ. അങ്ങനെ അവൾ അറിയട്ട് ഇങ്ങനെ എന്നെ ചതിച്ചില്ലേടാ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ടിട്ട് വന്നത്. എന്റെ പൊന്നെണ്ണ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ ആദ്യം കെട്ടിയ ഭാര്യയാണ് ഇത്. അവരെയും കെട്ടി അന്തസ്സായിട്ട് അവിടെ മണ്ടമേട്ടി ജീവിച്ചാ പോരായിരുന്ന? നാണക്കേട് കൊണ്ടാണ് ജീവിക്കാത്ത. എന്തുകൊണ്ട് നാണക്കേട്? ഞാൻ ഇവളെ കല്യാണം കഴിച്ച് ഇവള് മുമ്പ് ഞാൻ പുറകെ പോകുമ്പോൾ നാട്ടുകാർ പറയും അതാണ്ട് ആന പിണ്ടോട്ട് പോണെന്ന്. അപ്പൊ ചേച്ചിയുടെ ഫ്രണ്ടിൽ കയറി നടന്നുകൂടെ? നിങ്ങൾക്ക് ആന ഫുട്ബോൾ തട്ടിക്കൊണ്ട് പോണെന്ന്. ഫ്രണ്ടിൽ നടന്നാലും ബാക്കി നടന്നാലും കൊച്ചൊന്നായല്ല. അതൊക്കെ ദൈവം തരുന്നല്ലേടാ. അതുകൊണ്ട് ദൈവത്തിന്റെ മണ്ട കൊണ്ട് വെയ്.
നിനക്കറിയാവോ ഞാനിങ്ങനെ ദൈവത്തെ പോലെയാണ് കാണും. ദൈവത്തെ പോലെയെന്ന് ഇവളേക്ക് ചോറ് വെച്ച് തരൂല, തുണി കഴുകി തരൂല, മരുന്ന് സമയത്ത് എടുത്ത് തരൂല, എന്നിട്ട് ഇപ്പൊ ദൈവത്തെ പോലെ കാണുന്നേ. ഇതൊന്നും ഞാൻ ദൈവത്തിന് ചെയ്ത് കൊടുക്കൂലല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ കൂടെ ഞാൻ പോവുള്ളൂ. ഇറങ്ങി വേണം ഇങ്ങോട്ട്. എന്റെ ജോലി ബഹളം വെക്കല്ലേ, ഞാൻ പറയുന്നല്ലേ. പ്രശ്നമാണ് നിങ്ങൾ. നീ ഒരു കാര്യം അകത്ത് നിന്ന് അവളെ തട. ഞാൻ ഇവളെ എങ്ങനെയും സോപ്പിട്ട് പറഞ്ഞു എങ്ങനെയാ തടയണത്? ജോലി Don't talk me. You go man. You cheat me. You bitch. I'll zip. You 3 months. Baby go. ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോകുന്ന ലക്ഷം നീ ബെർണാഡ് സാഹിബിനോടൊപ്പം ആയിരുന്നല്ലേ ജീവിച്ചത്. എങ്ങനെയാണ് തേലെന്നുള്ള ജീവിക്കണത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ മോൻ്റെ കല്യാണം ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അതൊന്ന് സോൾവ് ആയതിനു ശേഷം അവളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ നിന്റെ കൂടെ അങ്ങ് വരും. It's true. Promise me. സത്യം. ഡാൻസ് ടീം ഒന്നും പോയില്ലയോ? ഡാൻസ് ഏതാടാ വൈപ്പർ വെക്കാത്ത KSRTC ബസ്? ഇത് ഡാൻസ് മാസ്റ്റർ. മറ്റേ അവര് സിനിമയിലുള്ള. ആരാടാ ഇത്? ഏതാടാ ഇത്? I'm Julie. Julie. നിനക്ക് ജോലിയാക്കും. ഏതാടാ ഇത്? ഭാര്യ. ആരാ ഭാര്യ? യവന്റെ ഭാര്യ. അവനെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അവന്റെ ചേട്ടന്റെ ഭാര്യ. അവന്റെ ചേട്ടൻ ഇല്ലല്ലോ. കുഞ്ഞമ്മയുടെ ഭാര്യ. എന്റെ കുഞ്ഞമ്മയ്ക്ക് എന്തിനാ ഭാര്യ ഉണ്ടായത്? അത് പിന്നെ വഴിപോക്കാ. വഴിപോക്കോ? മരത്തുപോക്ക്. മരത്തുപോക്കെന്ന മണയേഷിയോ ഇത്? അതല്ല, പിന്നെ ഈ ലൈറ്റ് മട്ടോ കണ്ടപ്പം വന്ന് കേറിയത്. ലൈറ്റ് മട്ടോ കാണുമ്പോ ഇയ്യാൻ പാറ്റി വന്ന് കയറാൻ. അതല്ലടി, ഈ ആഹാരത്തിന്റെ ഒക്കെ മണം അടിച്ചപ്പോ പക്ഷി കാരണം എന്തോ കഴിക്കാൻ വന്നത്. സത്യം പറ, ഏതാ ഈ ഒരു പടി? തോമസ് കുട്ടി. ചെത്തത്രം പറയരുത്. ഇതെന്നെ നാരായണൻ കുട്ടിയാടി. ഇത് ഞാൻ പ്രസവിച്ച കുഞ്ഞിന്റെ പപ്പ. പപ്പയല്ല, കപ്പ. കുഴിഞ്ഞ് ഞാൻ പട്ടിക്ക് കൊടുക്കും. ഇറങ്ങടി ഇവിടുന്ന്. ഇറങ്ങടി ഇവിടുന്ന്. ഇവളെ ഇന്ന് ഞാൻ തൂത്തിറക്കും. ഇവളെ ഇന്ന് ഞാൻ തൂത്തിറക്കും. തൂത്തിറക്ക വിടുന്നത് മിച്ചറാടി. ഇച്ചറോ? അസ്ഥാനത്ത് കോമഡി പറഞ്ഞ ഭർത്താവ് എന്നുള്ള കാലെ വാരി ചാണാക്കൂടി അറിയാൻ ഇവിടെ ചോരപ്പുഴ ഒരു കൂടെ. എങ്കിൽ ഞാൻ മമ്മട്ടി കൊണ്ടുവരും. എന്തിന്? ചോരപ്പുഴ വെട്ടി വിട്ട് ഞാൻ പിടിക്കാം. തലമണ്ടനെ അറിയും. ഇറങ്ങി ഇവിടുന്ന്. ഇവളെ ഇന്നിട്ട് ഞാൻ ഓടി. എടി ഓടി. My son, please come with me, my son. I am your mummy. I am your mummy. എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോവാ. നാളെ ഇവന് അമേരിക്കക്ക് ഞാൻ വിടോടി. ഞാൻ അമേരിക്ക വിടോടി. നീ ഇങ്ങോട്ട് വാ. നീ അമേരിക്കോട്ട് വിളിക്കോ. ഇവിടെ നിൽക്കും. ഇവിടെ പ്രസവിക്കുന്ന കൊച്ചുങ്ങളെ ഞാൻ ഇവിടുത്തെ അംഗനവാടിയിലാക്കിയിട്ട് ഞാൻ ഇവിടെ വളർത്തും. കിഴങ്ങത്തി ഇവ അമേരിക്ക നിൽക്കുമ്പോ അവൾ എങ്ങനെയാണ് പ്രസവിക്കണത്? ഇവനല്ലേ അമേരിക്കയിലുള്ളു. ബാക്കി ഇവിടെ ഞാൻ നോക്കിക്കോളാം എന്ത് വേണമെന്നുള്ളത്. എനിക്കറിയാം. ഈ നാട്ടിൽ കാല് കുത്തിയപ്പോഴേ നാട്ടുകാർ നിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞു. എന്താ പറഞ്ഞത്? സ്വന്തം ഭർത്താവിനെ പട്ടിക്ക് വില പോലും നീ കൊടുക്കില്ലെന്ന്. അനാവശ്യം പറയരുത്. അനാവശ്യം പറയരുത്. അവനെ സ്നേഹിക്കുന്നുണ്ടോ? എടി പട്ടിയാകുമ്പോ ഒന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ ഒന്ന് കടിക്കണം, ഇല്ലെങ്കിൽ ഒന്ന് വാലാട്ടണം. ഞാൻ ഇപ്പൊ നോക്ക്. അമ്മ എനിക്കിന്ന് പോകാൻ പറ്റൂല. അമ്മ ഇന്ന് എനിക്ക് എന്റെ ആദ്യ രാത്രിയാണ്. ആദ്യ രാത്രി ഇവിടെ കൂടിയേ പറ്റുള്ളൂ. നിനക്ക് ആദ്യ രാത്രി? എനിക്ക് വരുന്നുണ്ട് മമ്മയുടെ കൂടെ. പ്ലീസ് കം വിത്ത് മീ ബേബി. ഞാൻ ഒരു കാര്യം കേട്ടാ, ഇന്ന് എന്റെ കല്യാണം കൊണ്ട് കഴിഞ്ഞേ ഉള്ളൂ. ഇന്ന് ആദ്യ രാത്രിയാണ്. നിങ്ങൾ വെറുതെ ഇവിടെ കിടന്ന് ഇങ്ങനെ തല്ലുപിടി കൂടല്. എനിക്ക് എന്റെ പൊറ്റമ്മയും വേണം, എന്റെ പോറ്റമ്മയും വേണം. രണ്ടുപേരും കൈ കൊടുത്ത് കോംപ്രമൈസ് ആവും. അത് പെറ്റമ്മയാ, ഞാൻ നിന്റെ വെള്ളാമയാ. അല്ല കറുത്താമ്മ. അല്ല നക്ഷത്രയാ കൊണ്ട് ഞാൻ നിന്നെ വളർത്തിയ അമ്മയല്ലേടാ നിനക്ക്. പൊന്നു മതയാണ്. ഇങ്ങി വാ. മതയാന് അറിയാം. അമ്മ വാ. അമ്മ കൈ കൊടുക്കമ്മ. അത് കോംപ്രമൈസ് ആക്കമ്മ. ചെല്ലമ്മയല്ല നോക്കോ. ഇത് കഴിയട്ടെ. ഓൾറെഡി നിനക്കും ഞാൻ തരുന്നുണ്ട്. ഞാൻ എന്റെ മക്കളെ, നീ ആണ്ട അമ്മോയ്. എനിക്കിപ്പം എന്റെ ഇടതുവശവും കാണാം, വലതുവശവും കാണാം. ഇനി എന്റെ വ്യാപാരങ്ങള് ഞാനിവിടെ പോളാക്കും. അണ്ണാ, രാജമാണിക്യം കളിച്ച് ചുളുവിൽ രണ്ടെണ്ണത്തിന് അങ്ങനെ നൈസ ഒപ്പിച്ചെടുത്തു. അതാണടാ എന്റെ ബുദ്ധി. ഡേയ്, ഒരു കുഴിമന്തി മണക്കുന്നല്ലടാ മലപ്പുറം. എന്റെ കൽബിലെത്തി. ഏതാ ഇത്? ആരാടി നീ? ആരാടി നീ? ബീരാനിക്കട ബീവി. ബീരാനിക്കാടെ ബീവി. ബീബി അങ്ഷലാന്നോടി? അല്ല, പിന്നെ ബീരാനിക്കട ഭാര്യ. ബീരാനിക്കടെ ഭാര്യയോ? എടി ബീരാനിക്കല്ലേ ഇത്? ഇതെന്റെ നാരായണൻ കുട്ടി. എന്റെ തോമസ് കുട്ടി. അല്ല, ഇത് നമ്മുടെ ബീരാൻകുട്ടി. 3 കുട്ടികൾക്കും കൂടെ ഒറ്റ കുട്ടി ഇതായിക്കണ്.
ഇനിയെങ്കിലും ഇതൊക്കെ നിനക്ക് നിർത്തിക്കൂടെ? സമൂഹത്തിൽ നന്മയുള്ളവരായിട്ട് ജീവിക്കടാ, അന്തസ്സായിട്ട് ജീവിക്കടാ, അഭിമാനത്തോടു കൂടി. ഇതൊക്കെ ആരെടുത്ത് പറയണത്? ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ 3 ഇവിടെ ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഇവിടെ നിർത്തിക്കോണം. ഇല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ മയ്യത്താക്കും. അടിച്ച് പെട്ടിയിൽ ഒതുക്കുമെന്ന്. ഇതൊന്നും നിർത്തൂല എന്റെ പൊന്നു ചേച്ചിമാരെ. കേരളത്തില് 14 ജില്ലയുണ്ട്, 3 ഇളവ് വന്നിട്ടുള്ളൂ. ഇനിയും ബാക്കി കിടക്കണ 11 ജില്ല. ഫ്ലവേഴ്സ് കോമഡി തള്ളൽ അടുത്തായിട്ടൊരു സ്റ്റാൻഡപ്പ് ഐറ്റം ആണ്. അതായത് നമ്മൾ ഫ്ലവേഴ്സ് കോമഡി ഐറ്റം എന്ന് പറഞ്ഞ പുതിയ നമ്മുടെ ഷോ തുടങ്ങിയപ്പം ആദ്യമായിട്ട് വൈറലായിട്ടുള്ളത്. ഞാൻ നേരത്തെ ചോദിച്ചേ. അതെ, പാറ നേരത്തെ ചോദിച്ചായിരുന്നു. അന്യ ആളായിരുന്നു പാറ തന്നെ പറഞ്ഞു. അല്ല, ആളുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് ഭയങ്കര വൈറലായി. ഞാൻ ആദ്യം വന്നിട്ട് ജീവച്ചേട്ടനോട് ചോദിച്ചത് ആ ചേട്ടൻ വന്നിട്ടുണ്ടോ ഇന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ലെറ്റ്സ് വെൽക്കം സിദ്ദീഖ് റോഷൻ. വെൽക്കം ബാക്ക്. താങ്ക് യു ബ്രോ, വെൽക്കം ബാക്ക്. നമ്മുടെ ഷോ തുടങ്ങിയ സമയത്ത് വന്ന് ഒലിപ്പിച്ച് സെറ്റ് ആയിട്ട് പോയതാണ്, ഭയങ്കരമായിട്ട് വൈറലായി. അതെ. ഇന്നിപ്പോ നമ്മള് ഫ്ലവേഴ്സ് കോമഡി തള്ളൽ ഒരു ഫുൾ ഓൺ കോമഡി ഇവന്റ് ആഘോഷിക്കാൻ പോവാണ്. ആഘോഷിക്കുകയാണ്. പക്ഷെ ഒരുപാട് കണ്ടന്റ്സ് അതിൽ വന്ന് ചെയ്തുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആലോചനയിലായിരുന്നു ഞാൻ രാവിലെ മുതൽ. പക്ഷെ ഇപ്പൊ ഇന്ന് ഈ ഒരു തള്ളൽ ഇതാണല്ലോ ഇവിടെ. അപ്പൊ ഞാൻ അന്ന് നമ്മുടെ ഉദിത് നാരായൺജിയുടെ ഒരു സംഭവം ചെയ്തത് ഭയങ്കര വൈറലായിട്ട്. ഉദിത് സാറ് മലയാളം പാട്ട് പാടുന്നത്, പുള്ളിക്ക് എല്ലാ പാട്ട് പാടുമ്പോഴും ഉദിത് സാറിന് ആഹാ സന്തോഷമാണ്. എല്ലാ പാട്ടിനും സന്തോഷമാണ് പുള്ളിക്ക്. സങ്കടത്തിൽ ഒരു പാട്ട് പോലും പുള്ളി പാടിയിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് ഭയങ്കര വൈറലാണ്. അതുപോലെ ഞാനപ്പോൾ ആലോചിക്കുന്നത്, ഹിന്ദിയിൽ വേറൊരു സിംഗറുണ്ട്, കുമാർ സാനു. അറിയോ? 80s നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആണ്, ടിൻചേട്ടനൊക്കെ ഫേവറേറ്റ് സിംഗറാണ് കുമാർ സാനു. അപ്പൊ ഞാനും പുള്ളിയുടെ ഭയങ്കര ആരാധകനാണ്. പക്ഷെ പുള്ളിയുടെ കാര്യം എടുത്ത് നോക്കുന്ന ഏത് പാട്ട് പാടിലും ഭയങ്കര വൈബ്രേഷനാണ് പുള്ളിക്ക്. കറണ്ട് കമ്പിയുമ്പോൾ പിടിച്ച പോലെയാണ്. പുള്ളി മലയാളത്തിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു ഡിവോഷണൽ സോങ് ആണ്. പക്ഷെ അത് പാടി വെച്ചേക്കുന്ന കേൾക്കുമ്പോഴാണ്. കാരണം പുള്ളി പാടിയ സ്റ്റുഡിയോയിൽ AC ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം യേശു എന്നുള്ളതൊക്കെ AC എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. കാരണം ഞാൻ പാടി കേൾപ്പിച്ചു തരാം. കാരണം കാണാൻ കൊതി പൊന്നീശോ, ഒന്ന് കണ്ടാൽ മതി സന്തോഷം, ഇതാണ് പാട്ട് പുള്ളി പാടിയേക്കുന്ന. കാണാൻ കൊതി പൊന്നീസ്, കണ്ടു നിന്നാൽ മതി സന്തോഷേ, കാണാൻ കൊതി പൊന്നീസേ, കണ്ടു നിന്നാൽ മതി സന്തോഷേ. ഇനിയൊരു സാധനമുണ്ട്, വാവോ യേശുവേ വാവോ നാഥനെ, തട്ടാതെ മുട്ടാതെ കാത്തോളാം ഞാൻ, കാണാൻ കൊതി ഒന്നീസോ, കണ്ടു നിന്നാൽ മതി സന്തോഷം. ഇങ്ങനൊരു സംഭവമാണ് പുള്ളിയുടെ. പിന്നെ അതുപോലെ എനിക്കൊരു കാര്യം തോന്നിയത്, ഇപ്പൊ രാവിലെ ഇവിടെ വന്നപ്പോ 2 സുന്ദരികൾ ഇവിടെ ഉണ്ട്. ഒന്ന് നവ്യ ചേച്ചി, അതുപോലെ എൻ്റെ അടുത്ത് പാർവതി നിൽക്കുന്നു. നമ്മുടെ കുറച്ച് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് വാരണമായിരം. സൂര്യ സാർ അഭിനയിച്ച കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു ഡയലോഗ് നമ്മൾ കേട്ടോ, ഭയങ്കര വൈറലാണുള്ളത്. അപ്പൊ ആ ഡയലോഗ് ഇന്ന് ഈ 2 സുന്ദരിമാർ ഇവിടെ ഉള്ളതുകൊണ്ട് വേറെ കുറച്ച് താരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പൊ എനിക്ക് ആദ്യം തോന്നിയത് നമ്മുടെ റിയാസിക്ക വളരെ നമ്മുടെ മസിലും വില്ലൊക്കെയാണോ. റിയാസിക്ക ഇപ്പൊ ഇവിടെ വന്നിട്ട് നവ്യ ചോദിച്ചിനെ നോക്കിയിട്ട് ഈ വാരണമായിരത്തിലെ ഡയലോഗ് നമ്മുടെ കൃഷ്ണയായി മാറുകയാണ് റിയാസിക്ക. ഓക്കെ, റിയാസിക്ക വരെയാണ്. ഹേ നവ്യ, ഐ ആം കൃഷ്ണ, நான் இதை சொல்லி ஆகணும், நீ அவ்வளோ அழகு, நான் இவ்வளோ அவ்வளோ 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 அழகாக பார்த்துருக்கேன், ஆனால் இவ்வளோ அழகாக பார்த்துருக்க மாட்டேன். ஐ லவ் வித் யூ, ഐ മാഡ്ലി ലവ് വിത്ത് യു. ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്. എനിക്ക് മുഖം കണ്ടിട്ട് ഇഷ്ടമല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. സോറി, തെറ്റെൻ്റെ ഭാഗത്താ. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. സോറി. ഇനി ഈ റിയാസ് ഖാനെ പോലെ തന്നെ ലാൽ സാർ ആയിരുന്നെങ്കിൽ ഈ ഡയലോഗ് പറയുന്നത്, നമ്മുടെ ഡയറക്ടർ നമ്മുടെ ചതിക്കാത്ത ചന്തുവിലൊക്കെ അവർ ഒരുപാട് കോമഡി. അപ്പൊ ലാൽ സാർ ആണ് പറയുന്നത്, നവ്യ ചേച്ചി കിട്ടും. പാത്തിരിക്ക മാട്ടെ, ഇഷ്ടമുള്ളത് മാത്രം പറയരുത്. എനിക്ക് പെട്ടെന്ന് തെങ്കാശി പട്ടണത്തില് എത്ര നേരം പഠിക്കാൻ ആലോചിച്ചോളൂ, ഇഷ്ടമുള്ളത് മാത്രം പറയരുത്, അത് ഓർമ്മ.
അടിപൊളി. പിന്നെ അതുപോലെ തന്നെ ഇനിയൊന്ന് മാറ്റി പിടിക്കുകയാണ്. സാധാരണ എല്ലാം കോമഡി കണ്ടന്റ് ചെയ്യാറ്. എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് ഷാറൂഖ് ഖാൻ. അദ്ദേഹത്തിന്റെ മൂവീസ് നമ്മൾ ശ്രദ്ധിച്ചാൽ ചില ഇമോഷണൽ പടങ്ങളിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ റിയൽ ആയിട്ടൊരു സീരിയസ് സീനൊന്ന് ഞാൻ ആക്ട് ചെയ്ത് കാണിക്കാം. അദ്ദേഹത്തിന്റെ കൽഹോറോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ ഒരു ഡയലോഗ് ഞാൻ ഇവിടെ പ്രപ്പോസ് ചെയ്യാം. ഓക്കെ. हे पार्वती, काश मैं तुम्हें बता सकता मैं तुम्हें कितना चाहता हूँ. I love you. I love you. वाओ I love you very very much पार्वती. सुपर. मैं आंखें बंद करता तो तुम्हें देखता हूँ, आंखें खोलता हूँ तो तुम्हें देखना चाहता हूँ. हर पल, हर घड़ी, हर वक्त मेरी पार्वती. मैं तुम्हें भूल नहीं सकता, मैं तुम्हें भूलना नहीं चाहता हूँ. हे पार्वती, देखो. सुपर. यस. അപ്പോൾ എനിക്ക് വേറെ വേറെ ആരെങ്കിലും? ഇന്ത്യയിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് അമിതാഭ് ബച്ചൻ സാറ്. അമിതാഭ് അമിതാഭ് ബച്ചൻ സാറിന്റെ പഴയ കാലത്തിൽ സാധാരണ നമ്മളിപ്പോൾ എവർഗ്രീൻ ഇപ്പോഴത്തെ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗാംഭീരമാണ്. അതിന് മുമ്പ് പഴയ സിനിമകളിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. कुछ तो बहुत हो गया. मेरी माँ मुझे वापस दे दो. अरे भाई साहब देखो भाई साहब, मेरे साथ पैसा नहीं है भाई साहब. ഇങ്ങനെ ഒരു വോയിസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ പഴയ കാലം. ഇനി പുതിയ അമിതാഭ് ബച്ചൻ സാറ് അദ്ദേഹത്തെ ഭയങ്കര ഇപ്പോഴത്തെ നമുക്ക് എല്ലാവരും ഫെമിലിയർ ആയ വോയിസ്. से डर कर नौकर पार नहीं होते, कोशिश करने वालों की कभी हार नहीं होती. नन्ही चींटी जब दाना लेकर चढ़ती है, चढ़ती दीवारों पर सफार फिसलते हैं. पानी का विश्वास रखो कि सांस मरता है, चढ़कर गिरना, गिरकर चढ़ना करती है. आखिर उसकी मेहनत बेकार नहीं होती, कोशिश करने वालों की कभी हार नहीं होती. ഇതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു വേറെ ആക്ടറാണ് കില്ലാടി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ട് കില്ലാടിയുടെ ഒരു കാര്യമൊക്കെ പറഞ്ഞു. നമ്മുടെ അക്ഷയ് കുമാർ സാർ ഗുഹാക്ക കില്ലാടിയുടെ സെറ്റ് ചെയ്ത് വന്നിട്ട് ഇപ്പൊ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. പറഞ്ഞു എങ്ങനെയായിരിക്കും മലയാളം സംസാരിക്കുന്നത് അക്ഷയ്? മലയാളം സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഹായ് അസീസ്, സാജോൺ, ടിനി ടോം. ഞാൻ മഞ്ഞുമൽ ബോയ്സിന്റെ റീമേക്ക് ഗുഹാക്ക കില്ലാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ പുതിയ പടം മലയാളത്തിൽ ഇറങ്ങി, ആട് ജീവിതം. അത് ഞാൻ ചെയ്യാൻ പോകുന്നു. മരുഭൂമി കാ കില്ലാടി. അതിൽ ഞാൻ 1000 ആടുകളുടെ കൂടെയുള്ള ഒരു ഫൈറ്റ് സീൻ, പിന്നെ ഒട്ടകത്തുമായിട്ടുള്ള ഒരു ഐറ്റം ഡാൻസ്, ലാസ്റ്റ് ക്ലൈമാക്സിൽ ഹെലികോപ്റ്ററിൽ ഞാൻ പറഞ്ഞു പോകും. ഇതാണ് മരുഭൂമി കാ കില്ലാടി. ഇനി അതുപോലെ തന്നെ എല്ലാവരും ഞാൻ സ്റ്റേജുകളിലൊക്കെ ഒരു വോയിസ് എടുക്കുന്ന സമയത്ത് ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. വേറെ ആരല്ല, അംബരീഷ് പുരി സാറിന്. അംബരീഷ് പുരി സാറിന്റെ വോയിസ് പഠിക്കാനുള്ള ഒരു ടെക്നിക്കും കൂടി. സാധാരണ മിമിക്രി എങ്ങനെ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാൻ പാടില്ലെന്നാണ് കഞ്ഞിലെ എൻ്റെ സ്വന്തം പാറ്റയുടെയാണ് ഞാൻ. എന്നാലും ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഒരു സംഭവം. നമ്മളൊരു ബേസ് വോയിസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവരൊന്നും പഴംപൊരി ഒന്നും കഴിക്കാൻ പാടില്ല. പഴംപൊരിയൊക്കെ കഴിച്ചാൽ പോവും. ആ ക്രിസ്പിനെസ് നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ അംബരീഷ് പുരി സാറിന്റെ വോയിസ് പഴയ സിനിമയിലൊക്കെ शंकर, ब्लडी बूढ़, जा सिमरन जा, जी ले जा तुम्हारी जिंदगी, जा बेटा जरूर जा. ഇവിടെ കിടക്കുന്ന ഈ വോയിസ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് ബേസ് വോയിസ്. ഇത് ഈ അടുത്തടുത്ത വോയിസിലേക്ക് പോകാനുള്ളൊരു വിദ്യ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇവിടെ കിടക്കല്ലേ ഈ വോയിസ് शंकर പിടിച്ചില്ലേ? ഇതിൽ തന്നെ വേറൊരു വോയിസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അർജുൻ ദാസ്, തമിഴ് സിനിമ, നമ്മുടെ കൈദി സിനിമയിലെ അർജുൻ. இந்த பேப்பர் லான்ச் போலீஸ்கார பேர் இருக்கு, இவ தலை கொண்டு வரதுக்கு லைஃப் டைம் செட்டில்மென்ட்ரா. ഇങ്ങനെ സംഭവം ഇതിൽ തന്നെ വേറെ സാധനം കിടക്കണ്ട്. லைஃப் டைம் செட்டில்மென்ட்ரா. രഘുവരൻ സാറ് உள்ள சின்னசாமி பாசாவு புள்ளத்தானே. முற்று 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 ആന്റണി, മാർക്ക് ആന്റണി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മെയിനായിട്ടുള്ളത്. പിന്നെ വേറെ ഏതെങ്കിലും ഇപ്പോഴത്തെ താരങ്ങളുടെയൊക്കെ ആരെങ്കിലും സജഷൻസ് ചോദിക്കാൻ എനിക്ക് അറിയാവുന്ന ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഉണ്ടോ സജഷൻസ്? ഷൈനും പാർവതി. ആ മൊബൈൽ ഷൈൻ ആണെങ്കിൽ ഷൈൻ ഒന്ന് വെൽക്കം ചെയ്യും. അപ്പൊ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി തള്ളലിലേക്ക് ലെറ്റ്സ് വെൽക്കം ഷൈൻ നിഗം. വെൽക്കം ബ്രോ. എന്താണ് പടി? ഹലോ. എന്താണ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? എന്താണ്? മഞ്ഞ ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള പാപ്ചിറ കൂട്ടുകാരൻ. ഇത് രണ്ടുപേരും മഞ്ഞാൾ. ഇവരാ സണ്ടീപ്പടെ യോഗത്തിനാട്ടെ കൊണ്ട. അല്ല കുഴപ്പമില്ല, നല്ല പരിപാടിയാണ്. തള്ള എന്താണ്? അതിന് നീ എന്നെ പിടിച്ചുള്ള എന്തിനാണ്? നല്ല രസമുണ്ട് ഈ കൊച്ചിനെ കാണാൻ. പാർവതി എവിടെയാണ് വീട്? എവിടെയാണ്? മരടാണോ? നമ്മളും കൊച്ചിയിലാണ്. വേറെ മൂടാക്ക, വേറെ ലെവലാണ്, പൊളിയാണ്, വൻ വഴിയാണ്. ഞാൻ വിളിക്കാം വൈകിട്ട്. അതേപോലെയാണ് ഷൈന്റെയും അസാധ്യമായിട്ട് അതിന്റെ വോയിസ് അല്ല, അദ്ദേഹത്തിന്റെ മാനറിസംസ്. പെട്ടെന്നൊക്കെ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷൈൻ ടോമിനെ വിളിച്ചു. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ഷൈൻ ടോം ചാക്കോ. ഇങ്ങനെ ഇരിക്കണല്ലോ വല്ല കുഴപ്പമുണ്ടോ? ബ്രോ, നീ എന്താ രാജാപ്പാട്ടിന് പോണുണ്ടോ? ഒരു പരിപാടി. എന്തായാലും ഒരുപാട് സന്തോഷം. ടിൻചേട്ടനുണ്ടല്ലോ, സാധൻ ചേട്ടനുണ്ട്, അസീസ്ക്ക് ഉണ്ട്, എല്ലാവരും കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഒരു പുതിയ പടം ചെയ്യണ്ടേ?
വേണ്ടേ നവ്യ? ആ വേണം വേണം. വേണ്ടേ? അപ്പൊ എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഗിൽറ്റൊക്കെ കണ്ണിലടിച്ച് കയറി എൻ്റെ കണ്ണിന്റെ കാഴ്ച പോട്ടാ. ഇങ്ങനത്തെ ഡ്രസ്സിന് ഇടരുതിട്ടാ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. നന്ദി, നമസ്കാരം. പുള്ളിയുടെ ഒരു ലൈവ് രീതി എങ്ങനെയാണ്? ഭയങ്കര എനിക്ക് വോയിസ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ആക്ടർ ഉണ്ട്, സണ്ണി വെയിൻ. സണ്ണി വെയിൻ ലൈവായിട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പൊ. ഹലോ പാർവതി, ഒരുപാട് സന്തോഷം. കാരണം പാർവതിയായിട്ട് ഇപ്പൊ എൻ്റെ ഒരു പുതിയ പടം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പാർവതി അറിഞ്ഞോ? ഇല്ല. ഞാനും അറിഞ്ഞിട്ടില്ല, ഇപ്പൊ അറിഞ്ഞതാണ്. എന്തായാലും ആ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എൻ്റെ അടുത്ത പടത്തിലെ നായിക പാർവതി ആയിരിക്കും. വന്ന സ്ഥിതിക്ക് ഒരു പുതിയ ഡയലോഗ്, പുതിയ ഡയലോഗ് അല്ല, പഴയ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പോകാം. ഇതാണ് പന്നി ഗജരാജമുത്ത്. കാളിങ് ഹൈ റേഞ്ചിലാണേലും അങ്ങ് പാരിസിൽ പോയി ചോദിച്ചാലേ സാത്താനെ പൊക്കണം. സാത്താന്റെ ഹൈ റേഞ്ചിൽ നിന്ന് ജീവനെ പറഞ്ഞല്ല. അടിപൊളി. വിനയ് ഫോട്ടോ ചെയ്യാറില്ല നീ? വിനയ് ഫോട്ടോ ചെയ്യാറുണ്ട്. അത് ആഹാ ഒരുപാട് സന്തോഷമുണ്ട്. നവ്യനെ ഞാൻ പണ്ട് ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ടാണ് ആദ്യം കാണുന്നത്, ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങില്. അന്ന് മുതലേ ഞാൻ വിചാരിച്ചൊരു കുട്ടിയാണ് വേറെ ലെവലിൽ പോകുന്നത്. ഇന്ന് വേറെ ലെവലിലെത്തി. പക്ഷെ ഞാനും ഒരു സിനിമയിൽ ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ എന്തായാലും ഒരു സിനിമയിൽ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും പന്നിപ്പൊളിയാണ്, എങ്കിലും തള്ളടിച്ചു പൊളിക്കുക, പന്നിപ്പൊളിയാക്കുക. ഇപ്പൊ എല്ലാവർക്കും ഒരു ഫോർട്ട് കൊച്ചി സ്ലാങ്ങും ആണ് അല്ലേ? അതെ അതെ അതെ. ഷെയ്നൊക്കെ പ്രത്യേകിച്ച് എന്താണെന്നേ. ഒരു നല്ല കൈ കേട്ടോ. ടോവി, ദുൽഖർ അവരാരെങ്കിലും ദുൽഖറിനെ ചെയ്യാറുണ്ട്. तेरी आंखों के खजाने में छुपा था मुसाफिर का दरिया, तेरे दिल के खजाने में वो दरिया का नमक. നിങ്ങളിപ്പോ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർത്തിരുന്ന ഒരു പാവം ചിന്ന, അതൊന്നും എൻ്റെ അല്ല. വേണം കിടക്കാം, ഇല്ലെങ്കിൽ കളയാം. അടിപൊളി. സെന്തിലേട്ടൻ ബാലനെ ചെയ്തു. എനിക്ക് ബാലച്ചേട്ടൻ ഇവിടെ ലൈവായിട്ട് പ്രൊപ്പോസ് ചെയ്തായിരുന്നെങ്കിലേ, ബാലച്ചേട്ടനാണ് പറയുന്നതെങ്കിലേ. ഏരി നവ്യ, നാ ബാല, നാ ഇത് சொல்லி ஆகணும்டி. நீ அவளை அழகு, நீ அவளை இவளை அழகா பார்த்துருக்க, இவளை அழகா பார்த்துருக்க மாட்டேன். நீ என்ற தக்குடு, நீ என்ற சக்கரை. சின்ன பையன், நான் ஆல்ரெடி அதை ப்ரப்போஸ் பண்ணி வச்சிருக்கேன். நான் அங்க പറഞ്ഞ ശരിയാവില്ല, നീ മിണ്ടാതിരിക്കുക. இல்ல நீ நீ ഒരു ബാല വന്നവരെന്ന് പ്രപ്പോസ് ചെയ്യാം, അതിന്റെ ഇടയ്ക്ക് കയറി പ്രപ്പോസ് ചെയ്യണം. ഞാൻ പറയാൻ പോയിന്നത് അതായത് നീ ഞങ്ങളെ പറ്റിച്ച്. എങ്ങനെയുണ്ട് സിദ്ദിഖ് റോഷൻ? സൂപ്പർ സിദ്ദിഖ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് സിദ്ദിഖിന്റെ പെർഫോമൻസ് കാണുന്നത്. വളരെ വെറൈറ്റി, വൈഡ് സ്പെക്ട്രം. ഇത് നല്ല ഫ്ലവേഴ്സിന് ഒരുപാട് പൈസ ഉണ്ടാക്കാം. കുറച്ച് കട്ട് ചെയ്ത് ഹിന്ദി ചാനലിലും കൊടുക്കാം. അപ്പൊ സിദ്ദിഖെ, ഇത് ഐറ്റം വേറയിൽ സിദ്ദിഖാണ് എനിക്ക് നമുക്ക് ആദ്യത്തെ പിന്നെ സ്റ്റാൻഡപ്പ് വന്നത്. അതങ്ങനെ ഐശ്വര്യമായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇവന്റ് ആണ് ഫ്ലവേഴ്സ് കോമഡി. ഐറ്റം വേറയുടെ ഫസ്റ്റ് ഇവന്റ് ആണ് തള്ളൽ എന്ന് പറയുന്നത്. ഇവന്റ് ഹിറ്റ് ആവട്ടെ, തള്ളലും അങ്ങോട്ട് തള്ളി അങ്ങ് പോട്ടെ. അങ്ങനെ തള്ളുന്നതായിട്ട് വിചാരിക്കരുത്. സിദ്ദിഖ് വേറെ ലെവലാണ്. അടിപൊളിയായിരുന്നു. ഇനി അടുത്തതായിട്ട് ഒരു സ്കിറ്റ് കാണാം. എന്റെ മെമ്പറെ, നിങ്ങൾ ഇത് എവിടെ നിൽക്കുവാ? ഇത് എത്ര നേരമായി ഞാനിവിടെ വന്നിട്ട്? ഞാനിവിടെ വന്നോണ്ടിരിക്കുവല്ലേ, ധൃതി വെക്കാതെ. എന്റെ പൊന്നെ, ഇവിടെ ചടങ്ങ് നമുക്ക് തുടങ്ങണ്ടായോ? എടാ, ഞാനിവിടെ വന്നടാ, നീ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ. ഇത്ര അടുത്ത് വന്നിട്ട് കണ്ടില്ലേ നീ? നിന്റെ കല്യാണം കഴിഞ്ഞാ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, നീ മാലയും പൊക്കയൊക്കെ ആയിട്ട് നിൽക്കുന്നോണ്ട് ചോദിച്ചതാ. ഇത് നമ്മുടെ ആ ഉണ്ണിയെ സ്വീകരിക്കാനുള്ളതല്ലേ? നമസ്കാരം. 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 അമ്പിളി, സുഗു, മെമ്പറെ, ഇവിടെ ആദരവാണ് നടക്കുന്നത്. അല്ല, അമ്പിളി അല്ല ഇവിടെ. ഉണ്ണിയുടെ നേർപ്പെങ്ങളാ ഞാൻ. അപ്പൊ ബാക്കിയുള്ള പെങ്ങന്മാരൊക്കെ വളഞ്ഞതാണോ? ഈ മെമ്പറിന്റെ കുറച്ച് കാര്യം, പണ്ടത്തെ ചളി ഇതുവരെ മാറിയിട്ടില്ല. പണ്ടത്തെ പോലെ തന്നെ. ഞാനേ ഉണ്ണിയുടെ മൂത്ത പെങ്ങളെന്ന് പറഞ്ഞതാ. അത് ശരി. നിങ്ങൾ ഇവിടെ ആദരിക്കണമെന്ന് പറഞ്ഞപ്പോഴേ അവന്റെ കഷ്ടകാലം അല്ലാതെ അവനെ ഇന്ന് സിനിമയിൽ വിളിച്ച്. ഈ സിനിമയിലൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ അത് കഷ്ടകാലമാണോ? പിന്നെ മലയാള സിനിമയുടെ കഷ്ടകാലം. ഓ, അത് സത്യമാണ്. അല്ല, ഈ ഉണ്ണിക്ക് സിനിമയായിട്ട് നല്ല ബന്ധമാണോ? സിനിമയായിട്ട് ബന്ധം ഉണ്ടോന്നാ? മമ്മൂക്കായിട്ട് വാടാ പോടാ ബന്ധവാ. മമ്മൂക്കയ്ക്ക് കുടിക്കാനായിട്ട് ജ്യൂസ് വെച്ചിരുന്നു. അവൻ അറിയാതെ എടുത്ത് കുടിച്ച്. അത് കണ്ടത് മമ്മൂക്ക അവനെ ദാ വാടാന്ന്. അവൻ ഓടി അടുത്ത് ചെന്നപ്പോഴേ ഒരൊറ്റ എണ്ണം കൊടുത്തിട്ട് ഇറങ്ങി പോടാന്ന്.
നല്ല വാടാ പോടാ ബന്ധം. പിന്നെ ആ ഉണ്ണിയോട് ഓഡിയൻസിനിടയ്ക്ക് സെലിബ്രിറ്റി കളിച്ചിരിക്കുക, അത് ഇങ്ങോട്ട് കയറി വരാൻ പറ. കണ്ടായിരുന്നു ഇതിന് കാര്യമുണ്ട് അവന് ഇതിനവിടെ പോയിരിക്കുന്നത്. കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു. എടാ ഉണ്ണി നിന്നെ അവര് കണ്ട് ഇങ്ങ് പോരെ. നമസ്കാരം. നമസ്കാരം. തിരക്കിനിടെ എന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതങ്ങനാണല്ലോ, ആൾക്കാർ പിടിച്ചു വെച്ചേക്കല്ലേ. ഉണ്ണി, എന്റെ ഉണ്ണിയെ. അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, ഇവിടെ നിന്ന് കവിയൂർ പൊന്നമ്മ കളിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഉമ്മാര് തന്നെ ദേ ഈ ഒരു തടിക്കഷ്ണവും ഒരു 20 രൂപയുടെ തോർത്തുക, അല്ലാണ്ട് 10 പൈസ എനിക്ക് ഇവര് തന്നില്ല. എവിടെയെങ്കിലും എന്നെ ആദരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അപ്പൊ തന്നെ വളവളാന്നൊരു സാരി കൊടുത്ത് എന്റെ പുറകെ കൂടിക്കോളും. ഈ തോർത്തെങ്കിലും ഞാനൊന്ന് കൊണ്ടോക്കോട്ടെ. പിന്നെ ഇന്നലെ ഡബിൾ ആയിരുന്നു. ആണോ? നാളെയും ഡബിളാ പെങ്ങളെ, മറ്റന്നാളും ഡബിൾ ആണ്. ഒരു സംശയം, എന്നും ഇങ്ങനെ ഡബിൾ കഴിച്ചാ കുരു വരത്തില്ല? അയ്യോ എന്റെ മെമ്പറെ ബുൾസൈ തിന്നണ കാര്യമല്ല പറഞ്ഞേ, പിന്നെ നാടകത്തിന്റെ അവസാനം എവിടെയായിരുന്നു? അവസാനം നമ്മുടെ എറണാകുളത്ത് നവർണ ഹോസ്പിറ്റൽ, ഭയങ്കര ആശുപത്രി കേട്ടോ. എന്റെ പൊന്നെ ഒന്ന് കേറണം, ആദ്യമായിട്ട് കേറണവനുണ്ടല്ലോ തിരിച്ചിറങ്ങി പോരാൻ കുറച്ച് ബുദ്ധിമുട്ട്. അത് സത്യമാ കേട്ടോ. പിന്നെ ഇറക്കാൻ ഞാൻ പെട്ട പാടെ. അവസാനം എന്റെ കയ്യിൽ കിടന്ന വള പണയം വെച്ച് ഇവന്റെ ബില്ല് അടച്ചിട്ട് അവനെ ഇറക്കിയത്. അല്ലെങ്കിൽ കാണായിരുന്നു MBBS പഠിക്കുന്ന പിള്ളേർക്ക് ഇവനെ പഠിക്കായിട്ട് കൊടുത്തേനെ. നിങ്ങൾ എന്നാ ഈ പറയുന്നത്? ഞാൻ അതല്ല, നാടകത്തിന്റെ കാര്യമല്ലോ. മെമ്പർ നാടകത്തിന്റെ കാര്യങ്ങൾ, അതായത് ഈ അമ്പലപ്പുഴ സുവർണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നാടകം ആരും വിളിച്ചില്ല. ആരും വിളിക്കാതൊക്കെ നാടകത്തിന് പോകും. നാടകത്തിന്റെ പേരാണ് മെമ്പറെ, ആരും വിളിച്ചില്ലെന്ന്. പേരാണ് എന്തായാലും ഇപ്പൊ ഞാനായിട്ട് വിളിക്കാതിരിക്കുന്നില്ല. എടാ നീ എന്നെ ഒന്ന് വിളിക്കും, ഞാൻ ഇവനെ വിളിക്കട്ടെ. അപ്പൊ എന്നെ ആരും വിളിക്കുന്നില്ലേ? എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് പോയാൽ മതിയായിരുന്നു പറയായിരുന്നു. മെമ്പർ കേൾക്കണം, ഇവന് നന്ദി എന്ന് പറയുന്ന സാധനം ഇല്ല. ഇവനെ ഇന്ന് ഇവിടെ ആദരിക്കാൻ കാരണം ഞാനും എന്റെ ഭർത്താവാ. മെമ്പറിന് അറിയാവോ? ഇവനെ തറയെ വെക്കാതെ എന്റെ ഭർത്താവ് നോക്കിയത്. ഞാൻ എന്റെ ഭർത്താവിനെ തോളത്ത് വെച്ചാ നോക്കണം, അറിയാവോ? അത് ശരി. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നടക്കണ ആരും ഇല്ലേ? പണ്ടൊന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ എന്നേ നടന്നേന്നാ. എന്നെ പിന്നെ അങ്ങ് വിഷമിപ്പിക്കാതെ. അതെ നീ എന്നെ വിളിക്കാം, ഞാൻ ഇവനെ വിളിക്കാം. എടാ നീ പെട്ടെന്ന് ഇങ്ങേരെ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഇങ്ങേരെ അവളെ വിളിച്ചോണ്ട് പോകുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, കിടന്നുമെടുത്ത ഉണ്ണിക്ക് എടാ മെനകെട്ടവനെ, നിന്റെ ശീലം മൊത്തം ഇവിടെ പറഞ്ഞു കൊടുത്താ നീ. അളിയൻ പറഞ്ഞതായിരിക്കുള്ളൂ. ശരിയായി. കിടന്നിടത്ത് ഉണ്ണിക്ക് ആദരവ് കൊടുക്കാനുള്ള സമയമാണ്. അതിനായി നമുക്ക് മെമ്പറെ വിളിക്കേണ്ടതായിട്ടുണ്ട്. ഈ മെമ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഏത് ആവശ്യങ്ങളും ഏത് പാതിരാത്രിയിൽ ചെന്ന് ചോദിച്ചാലും പറഞ്ഞാലും സമയം നോക്കാതെ നമ്മളെ വന്ന് സഹായിക്കുന്ന നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രനായ നമ്മുടെ സുഗുണൻ മെമ്പർ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ, വീടില്ലാത്തവർക്ക് വീട്, വെള്ളമില്ലാത്തവർക്ക് വെള്ളം. ഇച്ചിരി വെള്ളം കൊടുക്കും ചത്തു. എന്തിനേറെ പറയുന്നു, പാവങ്ങളെ ചേർത്ത് നിർത്താൻ സന്മനസ് കാണിക്കുന്ന ഈ മെമ്പറെ ഈ ആദരവ് നൽകാൻ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എടാ വേട്ടോലെ, നീ എന്തോ ഈ കാണിക്കുന്നേ? അല്ല, ഇങ്ങേരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഈ മെമ്പറെയാണ് ഇവിടെ ആദരിക്കണമെന്ന് തോന്നുമല്ല. സത്യത്തിൽ നിങ്ങൾ ആരെ ആദരിക്കാൻ ഈ ചടങ്ങ് ഇവിടെ വച്ചേക്കണം? ആലങ്കാരികമായിട്ടൊന്ന് പറഞ്ഞതല്ലേ? എന്താ നിങ്ങൾ എന്നിട്ട് എന്നെ അലങ്കരിക്കാത്തത്? എന്നെ അലങ്കരിക്കാൻ നീ പാണ്ടിലോറി വല്ലോ വന്നു? പെങ്ങളെ, ഞാൻ പാണ്ടിലോറിയാണെന്ന്. ഫിഗർ ഉണ്ടടാ നിനക്ക്. ആണല്ലേ? എടാ നീ എന്നെ വിളിക്കണം, ഞാൻ അവനെ വിളിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉണ്ണി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആദരവ് ഏറ്റുവാങ്ങാൻ. ഉണ്ണിയെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉണ്ണി സംസാരിക്കാൻ വരട്ടെ. അളിയൻ പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. ആണ്ട വരുന്നു. ഞാൻ സംസാരിച്ചിട്ട് ഉണ്ണി സംസാരിച്ചാ മതി. കേട്ടില്ലോ? അളിയനാ എന്റെ കെട്ടിയോനാ. അളിയനോ? അത് ശരി. ഈ തറയെ നിൽക്കാൻ മേലാത്തവനാണോ ഇവനെ തറയെ വെക്കാതെ ചുമന്നോണ്ട് നടക്കുമെന്ന് പറഞ്ഞത്? അങ്ങനെ അടിച്ച് ഫിറ്റായിട്ട് ഇവന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് ഭിത്തി കയറ്റി നിർത്തി അവൻ ഇങ്ങനെ തറയിൽ നിൽക്കും. ഇവനെയാണോ തോളെ കൊണ്ട് നടക്കും നമ്മൾ മുമ്പ് എന്നോട് പറഞ്ഞത്? അങ്ങേര് പാമ്പായിട്ട് കിടന്നാ പിന്നെ ഞാൻ തോളത്തല്ലാതെ പോക്കറ്റ് ഇട്ടോണ്ട് നടക്കാൻ പറ്റുമോ? എനിക്ക് അളിയനെ കുറിച്ച് 2 വാക്ക് ജനങ്ങളോട് സംസാരിക്കണം. അത് ന്യായമായ കാര്യം. ഒന്ന് സംസാരിച്ചോട്ടെ. അളിയനെ കുറിച്ച് സംസാരിക്കാം. ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ മതി, കാരണം എനിക്ക് നാടകമുള്ളതാണ്. ഞാൻ പെട്ടെന്ന് തീർത്തോളാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എൻ്റെ പുന്നാര അളിയനെ പറ്റി 2 വാക്ക് സംസാരിക്കുകയാണ്. ഈ നാറി കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ ചെവിക്കലിനടിച്ചിട്ട് നാടകത്തിനാണെന്നും പറഞ്ഞൊരു പോക്ക് പോയി. അടി കൊണ്ട വിഷമത്തിൽ തിരിച്ചടിക്കാൻ പറ്റാതെ ഇവനെ തപ്പി നടന്ന ഞാൻ അറിഞ്ഞു നിങ്ങളൊരു 10 രൂപയുടെ തോർത്തിന് ഇവനെ പിടിയിട്ട് പിടിക്കുന്നുണ്ടെന്ന്. കഴിയുമ്പോൾ ഇവനെ എനിക്ക് തരണം. അത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് കുളവാക്കരുതേ. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വീട്ടിൽ പോയി തീർക്ക്. ഞങ്ങൾ ഈ ചടങ്ങ് നടത്തിക്കോട്ടെ. അത്രേ ഞാനും പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ ചടങ്ങ് നടത്തുക, എന്നിട്ട് അവന് എൻ്റെ ഈ കൈവെള്ളയിലോട്ട് തരിക. ബാക്കി ഇവന്റെ ചടങ്ങ് ഞാൻ നടത്തിക്കോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ സഹോദര, പ്ലീസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഉണ്ണിയെ 2 വാക്ക് സംസാരിക്കാതിനായി ഞാൻ ക്ഷണിക്കുകയാണ്. കൊളവാക്കല്ലേ പ്ലീസ്. പ്രിയമുള്ളവരെ, എല്ലാവരെയും ഞാൻ 2 കൈയും കൂപ്പി വണങ്ങുന്നു. നിന്റെ 2 കൈയും വെട്ടി ഞാൻ ഇവിടെ ഉണക്കുന്നു. സത്യമായിട്ടും ചെയ്യുക. നാടകത്തെ കുറിച്ച് തന്നെ സംസാരിച്ചു. നാടകത്തെ കുറിച്ച് നാടകം എന്ന് പറയുന്നത്
എന്റെ ശ്വാസമാണ്. ഇവനിത് ശ്വാസമായിരിക്കും, പക്ഷെ അത് കാണുന്നവർക്ക് ശ്വാസം മുട്ടലാണ്. കാരണം അതാണ് ഇവന്റെ എക്സ്പ്രഷൻ മുഴുവൻ. എന്റെ പൊന്നെ, നമ്മൾ ഇവനെ വല്ല ഡീഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടിട്. എന്റെ ദൈവമേ, ഞാൻ കൊണ്ട് ആക്കിയതാണ്. ഇപ്പൊ ചികിത്സിച്ച ഡോക്ടർ ഇങ്ങേരുമായിട്ട് ഷെയർ ഇട്ട് അടിച്ച് നടക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. അളിയൻ എന്നെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. എന്റെ ഒരു വെബ് സീരീസ് കഴിഞ്ഞ ആഴ്ച OTT പ്ലാറ്റ്ഫോമിൽ റിലീസായി. എന്തോരം കമന്റ് വന്നെന്നറിയാവോ? ഞാൻ എന്റെ കമന്റ് ബോക്സ് നോക്കിയായിരുന്നു. അതിന്റെ ആ കമന്റ് ബോക്സിനകത്ത് മുഴുവൻ OTT എന്നായിരുന്നു. അതെന്നാ ഈ OTT കമന്റ് വരുന്നത്? ഓടിച്ചിട്ട് തല്ലൂടാ തെണ്ടിന്ന്. അതുപോലത്തെ അഭിനയമാണ് നിന്റെ ആങ്ങളെ കാണിച്ചു വെച്ചേ. അങ്ങനെ ഒന്നും നിങ്ങൾ എന്റെ ആങ്ങളെ കളിയാക്കണ്ട. എന്റെ ഈ പൊന്നാങ്ങളെ മെമ്പർ കേൾക്കണം. അവൻ നാടകം കഴിഞ്ഞ് എന്റെ വീട്ടിൽ വരണ വരെ എന്റെ ഈ 2 കണ്ണിൽ ഞാൻ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. അറിയാം, ഓടി നുറച്ച് പറ ഓടുന്നു. ഇവൻ 9 മണിക്ക് ഇവന്റെ നാടകം തുടങ്ങും. 9:05 ഇവൻ വീട്ടിൽ വരും. ചോദിച്ചെന്നാ അവൾ എന്നെ പറഞ്ഞ് കയറ്റി അങ്ങ് വയ്ക്കും. എന്റെ അളിയൻ അത് പറഞ്ഞ് അങ്ങ് താത്തിക്കള. അല്ല, എനിക്കൊരു സംശയം. 9 മണിക്ക് നാടകം തുടങ്ങുന്നല്ലേ പറഞ്ഞത്? 5 മിനിറ്റ് കഴിയുമ്പോ എങ്ങനെ വീട്ടിൽ വരും? പൊളിയും, സ്വാഭാവികമാണല്ലോ. നാടകം പൊളിയും. ഞാൻ ഓടും, 5 മിനിറ്റ് മതി വീട്ടിലെത്താൻ. ദൂരെയാണെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ വിളിച്ചു വരും. ഓട്ടോറിക്ഷക്കാർ കംപ്ലീറ്റ് എന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും കാശ് കൊടുക്കാൻ. ശരി, അപ്പം നമ്മുടെ ഉണ്ണിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തിയാണ്. ആ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കൂ. അനുഭവങ്ങള്? അനുഭവോ? എന്തോ ഒരു അനുഭവം. ഇതുപോലെ ഈ ലോകത്ത് ആരും അനുഭവിച്ചിട്ടുണ്ടാവൂല. പറടാ, എല്ലാം പറഞ്ഞു കൊടുക്കും. വേണ്ട, എല്ലാം പറയണ്ട. മൊത്തത്തിൽ മാറിപ്പോവും. ശരിയാ, ഒരെണ്ണം പറഞ്ഞാൽ മതി. മെമ്പർ കേൾക്കാൻ വേണ്ടി പറഞ്ഞു. അതായത് പണ്ട് ഞാൻ നാടകത്തിൽ കരയണ ഒരു സീനുണ്ട്. പട്ടി കരയണ പോലെ ഞാൻ കരയോ. എന്റെ ദൈവമേ, നാടകം കഴിഞ്ഞിട്ട് ഞാൻ ഈ കരച്ചിൽ നിർത്തുന്നില്ല. പിന്നെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക പട്ടി കരയണ പോലെ. എന്റെ അമ്മ വന്ന് പറഞ്ഞു, എടാ കരച്ചിൽ നിർത്തൂ. ഞാൻ നിർത്തിയില്ല. അളിയൻ വന്ന് പറഞ്ഞു കരച്ചിൽ നിർത്തൂ. ഞാൻ നിർത്തിയില്ല. എന്റെ ഈ പെങ്ങൾ വന്ന് പറഞ്ഞു കരച്ചിൽ നിർത്തൂ. പക്ഷെ ഞാൻ കരച്ചിൽ നിർത്തിയില്ല. ഭയങ്കര ഫീലിങ്സ് ആയിരുന്നല്ലേ? അതുകൊണ്ട് ഇത് എപ്പോഴാണ് കരച്ചിൽ പിന്നെ നിർത്തിയത്? കമ്മിറ്റിക്കാർ കെട്ടഴിച്ചു വിട്ടപ്പോ നിർത്തി. അതോടുകൂടി അവന് അടക്കം വന്നു. അല്ല, ഈ മെമ്പർ, ഈ നാടകം എന്ന് പറഞ്ഞാൽ എനിക്കൊരു നൊസ്റ്റാൾജിയ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതെ, ഇവന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന 2 സാധനം ഉണ്ട്. എന്താ? ഒന്ന് നൊസ്റ്റാൾജിയം, മറ്റേത് മൂലക്കുരു. മൂലക്കുരു ഉണ്ടോ? സൂക്ഷിക്കണം കേട്ടോ. ഞാനത് കളയാൻ നോക്കാം. അന്നേരം പുള്ളി പറയാ സൂക്ഷിക്കണോന്ന്. അത് കൊള്ളാം. എന്റെ നാടകത്തിൽ പ്രകമ്പനം കൊള്ളിച്ച അളിയൻ ഇവിടെ നിൽക്കുന്നോണ്ടാ. അളിയന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ നാടകത്തിൽ പ്രകടനം കൊള്ളിച്ച ഒരു ഡയലോഗ് ഞാൻ ഈ അളിയന്റെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞു. ഡയലോഗ് പറഞ്ഞു. അയ്യോ, ആൾക്കാരെ എണീറ്റ് കൈയടിക്കും. കൈയടിക്കുകയാണെന്നോ? 10,000 ആളുകൾ എഴുന്നേറ്റ് നിന്ന് എന്റെ നേരെ മണൽ ഊത്തിയെറിഞ്ഞ ഡയലോഗ്. അല്ല, മണൽത്തരികൾ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് കൂട്ടിയ ഡയലോഗ്. അത് ഞാൻ ഈ അളിയന്റെ നോക്കി പറയാൻ പോവാ. ഞാൻ കള്ളുകുടിയനാണ്, ആഭാസനാണ്, സ്ത്രീ പീഡകനാണ്, വഞ്ചകനാണ്, കൊലപാതകയാണ്. ഉണ്ണി, ഇത് എന്റെ നാടകമല്ലല്ലോ, പിന്നെ ജീവിതമല്ലേ? സത്യമല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് നാടകത്തെ കുറിച്ച് എന്തറിയാടാ തെണ്ടി? തോപ്പിൽ ബാസി, ഓ മാധവൻ, എന്തിനേറെ പറയുന്നു കണ്ണൂർ വാസൂട്ടി വരെ എന്റെ മുഖത്ത് ചോദിച്ചോ ചോദ്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നാടകത്തെ കുറിച്ച് നിനക്ക് എന്താ അറിയാടാ തെണ്ടിന്ന്? അപ്പൊ ഞാനൊരു അവാർഡായിട്ട് കൊണ്ടു നടക്കുമായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഉണ്ണി അപ്പൊ ശരിക്കും പ്രൊഫഷണൽ നാടകാർട്ടിസ്റ്റ്? അയ്യോ, ഞാൻ പ്രൊഫഷണൽ അല്ല, പിന്നെ ഞാൻ സിംഗിൾ ആണ്, ഏകാംഗം. എന്റെ നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റേജ് വേണ്ട, മൈക്ക് വേണ്ട, തട്ടി വേണ്ട, ലൈറ്റ് വേണ്ട, കൂടെ കളിക്കാൻ ആരും വേണ്ട. ഞാൻ ചെല്ലുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, ആൾക്കാർ അത് ഏറ്റെടുക്കുന്നു, അവരെന്തൊക്കെയോ തരുന്നു, അത് മേടിച്ചോണ്ട് ഞാൻ വീട്ടിലേക്ക് പോരുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്റെ ഒരു 1 man ഷോ. അപ്പം ഉണ്ണി ആദരിക്കുന്ന ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം. ഉണ്ണി, ഒരു മിനിറ്റ്, എന്താ ഇപ്പൊ എന്നെ ആദരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഈ 10,000 വാട്സ് സൗണ്ടും വെച്ച എന്റെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ നിങ്ങൾ ഈ മൈക്കിൽ കൂടി വിളിച്ചു പറഞ്ഞ് ലോകമെമ്പാടുള്ള കംപ്ലീറ്റ് ആൾക്കാരും നമ്മുടെ ചരിത്രം കംപ്ലീറ്റ് അറിഞ്ഞ് ഇനിയിപ്പോ ഈ ആദരവ് നമ്മൾ ഇവിടെ ഏറ്റുവാങ്ങേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഈ ആദരവ് ചടങ്ങ് ഞാനും എന്റെ പെങ്ങളും ബഹിഷ്കരിക്കുന്നു. വാങ്ങളെ തുടങ്ങിയപ്പോ തന്നെ ഞാൻ ബഹിഷ്കരിച്ചു. പലക കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഇവള് മനസ്സിലായി. അപ്പൊ ഇവള് നേരത്തെ ബഹിഷ്കരിച്ചതാ. നിനക്കിപ്പോ സമാധാനമായല്ലോ? നിനക്കായിരുന്നല്ലോ ഇത് അത്യാവശ്യം. ഞാൻ എന്റെ വഴിക്ക് പോവാ, ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ എന്തായാലും ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിട്ട് അപ്പൊ എന്റെ പൊന്നു ഇങ്ങോട്ട് മാറിക്ക്. അപ്പൊ നിങ്ങൾ നടത്താത്ത ഒരു ചടങ്ങ് ഞാൻ നടത്താൻ പോവുകയാണ്. അതെ, തുടങ്ങിക്കോട്ടെ. കാരണം നിങ്ങളെല്ലാം സാക്ഷിയായിട്ട് വേണം, അതുകൊണ്ടാണ്. ഉണ്ണി, മോനിങ് വരൂ. എന്നാ കാണിച്ചേ? അയ്യോ, എന്താ അറിയിക്കാനുള്ളവരെ കംപ്ലീറ്റ് അറിയിച്ചോ? അതിനവൻ ചത്താ? ഇവൻ ചത്താലും ചത്തില്ലേലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവനെ ഞാൻ ശവമടക്കും. ഇനി അടുത്തതായിട്ട് ഒരു സ്കിറ്റ് കാണാം.
എന്താണ് കിടന്ന് ഒച്ചയും ഞാനിവിടെ ഹോസ്റ്റലിട്ടിട്ട് നിങ്ങൾക്ക് ചവിട്ടി പിടിക്കാനല്ല കുറെ നേരം ഇവിടെ കിടന്ന് ഇവിടെ മനുഷ്യന്മാർക്ക് കിടന്ന് ഉറങ്ങണ്ടേ ചുറ്റെടുത്തിട്ട് കിടന്ന് ഉറങ്ങണ്ടേ നിങ്ങൾ എന്താണ് കിടന്ന് ഒച്ചയും ഉണ്ടാക്കുന്നത് മര്യാദ കിടന്നല്ലോ ഒരൊറ്റാളുടെ സൗണ്ട് കേൾക്കുന്നത് കേട്ടാ അതിനിവിടെ ആരും ഒച്ച വെച്ച് മേഡം എവിടെ കിടന്ന് അലക്കണേ ഇന്ന് കഴിഞ്ഞാ പിന്നെ 10 ദിവസം ലീവാണ് അതിന്റെ ഒരു ആഘോഷം അല്ലേ ആഘോഷം കൊടുക്കുന്ന തോന്നിയാസം കാണിച്ചാണല്ലോ എല്ലാത്തിനും വലിച്ചു എല്ലൂരും ഞാൻ കഴിപ്പല്ലത് കാവ്യം വന്നേ നീയാണോ കാവ്യ കേൾപ്പോ എന്നോട് പ്രത്യേകിച്ച് ഞാൻ എന്ത് ചെയ്തു അയ്യോ നീ ഒന്നും ചെയ്തില്ലേ എടി നിന്നോട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞ പ്രതികാരത്തിന് നീ അല്ലേ ഹോസ്റ്റലിന്റെ ഗേറ്റിന് മുന്നിൽ ബാർന്ന് എഴുതി വെച്ചത് അല്ലേ എടി നിന്റെ കയ്യക്ഷരം കണ്ടാ എനിക്ക് മനസ്സിലാവൂടി എല്ലാ മാസം 1-ാം തീയതി അവന്മാര് വരാ ബ്ലാക്കിൽ സാധനം കിട്ടുമെന്ന് ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ അത് ഞാൻ സെറ്റ് ആക്കൂലേ അയ്യോ ജോക്കർ ചിരിക്കുക നിങ്ങൾ എന്താ മേഡം നിനക്ക് ഈ പുനർജന്മത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ല എന്നാ ഇന്ന് മുതൽ നീ വിശ്വസിച്ചേ പറ്റൂ അതെന്താ കഴിഞ്ഞ ആഴ്ച നിന്റെ ഒരു മാമൻ ചത്തുപോയില്ലായിരുന്ന അയ്യോ എന്റെ മാമൻ ചത്തുപോയി അയ്യോ ആ മാമൻ ഇന്ന് രാവിലെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു അതാരായിരുന്നു അത് വഴിയിലെ അല്ല വകയിലെ നിനക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടതല്ല കയറിപ്പോ മേഡം കാല് വയ്യാത്തൊരു കുട്ടിയാണ് ഞാൻ അയ്യോ അവള് പറയാനായിട്ടൊന്ന് ഒളിമ്പിക്സിന് ദീപശിഖയും കൊണ്ട് ഓടിയതാണ് എടി സിനിമ കാണാൻ പോയിട്ട് രാത്രി കൊരങ്ങിനെ പോലെ മതിലുമ വലിഞ്ഞേറിയപ്പോ ഉണ്ടാതല്ലേ മുറിവ് അല്ലെ നീ ഇങ്ങനെ ചിരിക്കല്ലേ എനിക്ക് പേടിയാവും കയറിപ്പോ ഒരു ശല്യാന്ന് പറഞ്ഞ മനുഷ്യനെ കൊണ്ട് ഹലോ ഹലോ സുമേഷ് ഏട്ട എവിടെയാ ഞാൻ തന്നെ പുറത്തേ പോണ്ട് അയ്യോ ഇങ്ങോട്ടൊന്നും ഇപ്പൊ കേറി വരരുതേ അതെന്താ അതെ ഇവിടെ ലൈറ്റ് ഓഫ് ആക്കണ ഒരു 10 മണിക്കാ 10:30 കൊളിച്ച് വന്നാ മതി ഞാൻ എന്തായാലും ഒരു സിഗ്നൽ തരാം എന്തോ സിഗ്നൽ തരും ഞാൻ വിസിലടിക്കാം ഒന്ന് അടിച്ചാണ് മയിലാണ് മേഡം മയിലാണെങ്കിൽ കുയിലാണെങ്കിൽ കേറി പോടി പാതിരാത്രിക്ക് പുറത്തെങ്കിൽ തൂവൽ പോലും കിട്ടത്തില്ല ശരി മാഡം ഹലോ ആരാ അത് മാഡം ആണ് മാഡം ഉറങ്ങിയില്ലേ അവരെന്താ ഉറങ്ങാത്തേന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് നീ എന്താ ഉറങ്ങാത്തെ ഞാൻ ഉറങ്ങാത്ത എന്താ ഉറങ്ങാത്തെ മാഡം ചോദിക്ക എന്താ ഉറങ്ങാത്തേന്ന് ഉറങ്ങൂല ഇതുങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ഉറങ്ങാൻ എന്നോട് പറഞ്ഞിട്ട് ഇവരെങ്ങനെ നടന്നുറങ്ങണേ എന്തായാലും നന്നായി എന്റെ മൃദുലേ ഞാനൊന്നും ചെയ്തില്ല അതല്ല എന്താ ഇവിടെ ഞാൻ അവിടെ പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറി വന്ന് ഞാൻ പറഞ്ഞതല്ല ഞാൻ വിസിലടിച്ചിട്ട് വന്നാ മതിന്ന് അയ്യോ ഞാൻ വിചാരിച്ചു നീ ചിലപ്പോ വിസിലടിക്കൂലെന്ന് എനിക്കാണെങ്കിൽ ആകെ വയ്യാതെ നിൽക്കുവാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്നെ കൊത്തിക്കൊണ്ടങ്ങ് പറക്കട്ടെ പറക്കുന്നതൊക്കെ കൊള്ളാം വല്ല ലൈൻ കമ്പിയിലും തട്ടി ഷോക്ക് അടിക്കാണ്ടിരുന്നാ മതി ദൈവമേ ഈ അവസ്ഥയിൽ നിന്റെ വെരിക്കോസെൻസ് ഈ കോമഡി പറയുമല്ലേ അത് ഹ്യൂമർ അത് വലിയൊരു അസുഖമല്ലേ അയ്യോ അത് ട്യൂമർ ഇതൊന്നും എനിക്ക് അറിഞ്ഞോ ഞാൻ ആകെ പിടിവിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ നാളെ നമ്മൾ ഗുണ്ടൽപ്പെട്ടി പോകുന്നു കല്യാണം കഴിയുന്നു അതിനുശേഷം ഇതെല്ലാം പഠിപ്പിച്ച് തരണേ തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിച്ചു തരാം ദൈവമേ ടോണ് മാറുന്നു പഠിപ്പിലൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഗുണ്ടൽപേട്ടി പോണം ബാഗ് എടുത്തോണ്ട് വാ ബാഗൊക്കെ റെഡിയാ എന്നാ ബാഗ് ഇവിടുന്ന് എടുത്ത് 1ാമത്തെ നിലയിൽ നിന്ന് എടുത്ത് താഴോട്ട് ഇടണം അയ്യോ അതിൽ പൊട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്റെ കൂട്ടുകാരൻ മനു നിപ്പോണ്ട് താഴെ വൃത്തിയിട്ട കോഴിയാ അവനോട് വിളിച്ചോളാം ഞാൻ വരില്ല എടി നീ അങ്ങനെ പറയല്ലടി എന്റെ എല്ലാ വൃത്തിയായിട്ടും അവനല്ലേ കൂട്ടയിക്കുന്നത് അപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധം വൃത്തിയടാ ഉറപ്പല്ലേ വേണ്ട ഞാൻ വേണ്ടൂല മൃദുലേ വേണ്ട മൃദുലേ മൃദുലേ എന്നിങ്ങനെ കുത്തി പറിക്കല്ലേ ഞാൻ കുത്തു പൊറോട്ട അല്ല താണ്ട വീണ്ടും മറ്റേ വെരിക്കോസെൻസ് ഞാൻ മറ്റേ പാട്ട് പാടി തട്ടെ അന്ന് വളച്ച നിന്നെ പാട്ട് തത്തേ പിത്തേ ചേട്ടത്തിയമ്മടി കമ്പം കാണാൻ പോവാണ്ടി ഇരുട്ടത്തെങ്ങനെ പോവോടി തപ്പി തപ്പി പോവാടി തത്തേ പിത്തേ ചേട്ടത്തിയമ്മടി കമ്പം കാണാൻ പോവാണ്ടി ഇരുട്ടത്തെങ്ങനെ അയ്യോ ആരത് ഇവിടെയുള്ള കുട്ടിയെ പോടി ഇതെന്താ ഇവിടെ ഇതാരാ ഇത് ലേഡീസ് ഹോസ്റ്റലാ എന്നിട്ട് എല്ലാ പെണ്ണുങ്ങളും മാത്രമല്ലേ ഉള്ളൂ അയ്യോ അത് ഇതയ്യോ ഇതൊക്കെ എവിടെ നിന്ന് വരും എന്നെ എവിടെങ്കിലും ഒന്ന് ഒളിപ്പിക്കൂ അയ്യോ
ദൈവമേ, ഇവിടെ പെണ്ണുങ്ങളെ സീസൺ. എത്ര പെണ്ണുങ്ങൾ, ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? എന്റെ പൂനെ എവിടെയെങ്കിലും പോയി ഒന്ന് ഒളിക്ക്. നമുക്ക് ഒളിച്ചോടാം. എത്രയും പെട്ടെന്ന് ഗുണ്ടൽപ്പെട്ടി പോണം. ഹായ്. അതാരാ ടൈമിംഗ് ഇല്ലാതെ വന്ന് ഹായ് വെച്ചിട്ട് പോയത്? അത് ഇവിടുത്തെ കുട്ടിയാ പുതിയ. യോ എന്തു അയ്യോ കള്ളനുണ്ടെന്ന് പോയി പിടിക്കാൻ നോക്ക്. സെൽഫി എടുക്കാന്ന് പറഞ്ഞ കള്ളനില്ലേ? അയ്യോ വടംവലി വലിക്കുന്ന പോലെ രണ്ടും കൂടി വലിച്ചാ ഞാൻ സമയം നോക്കാൻ വേണ്ടി കേറിയതാ. നിന്റെ കയ്യിൽ വാസില. ഇവിടത്തെ സമയം കറക്റ്റ് ആണോന്ന് അറിയാൻ വേണ്ടി കേറിയതാ. നിന്റെ സമയം പോലീസിനെ വിളിക്കണ്ട വേണം. നമുക്ക് ഇവരെ കുടിച്ചെടുത്ത് ഇടിക്കാൻ. എന്തിനാ കരയുന്നേ? സുമേഷ് ചേട്ടൻ അവിടെ പിടിച്ചിരിക്കുക. അയ്യോ എന്നെ അങ്ങനെ ഇടിക്കലേ, എനിക്ക് നോവുന്നേ. അയ്യോ മേഡം, അവസാനം കിട്ടിയപ്പോ മുതലെടുത്തല്ലേ. ഞാൻ പറയാം, ഇവിടത്തെ ഒരു പെണ്ണുമായിട്ട് ഞാൻ പ്രേമത്തിലാ. എക്സ്ക്യൂസ് മീ മാഡം. നീ ഏതാ? ഈ സുമേഷ് ചേട്ടനെ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്ന മാഡം ധരിക്കുന്ന ആ പെൺകുട്ടി ഞാനാ. എന്താ നിന്റെ പേര്? മനു. മീനു. മീനു. ഇവിടെ എന്താ നടക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ഹോസ്റ്റലായത്. എനിക്കൊരു മിനിറ്റ് തരണം. ഇങ്ങോട്ട് വാ. ഒന്നങ്ങോട്ട് മാറിക്കോ. എന്തുവാടാ ഇത്? നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടിയതാ. നീ ഇവിടെ വന്ന് പെട്ടുപോകുന്നു. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ ഉള്ള മീശയും പഠിച്ച് ഞാൻ ഈ സെറ്റപ്പിലോട്ട് വന്ന് നിൽക്കുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാനുള്ള പരിപാടി നോക്കാൻ നോക്കും. ഈ പരിപാടി ശരിയാവൂല. എനിക്ക് ഈ സമാനം എല്ലാം കൂടെ ഊരി കളഞ്ഞിട്ട് ഞാൻ അവിടുത്തെ പറയാം. പറയണ്ട, പിന്നെ ഞാൻ ശരിയാക്കി തരാം. മാഡം പിന്നെ ഏട്ടാ സമ്മതിക്കൂല. മാഡം, ഇവിടെ ഞാൻ ഒരു ആവേശത്തിന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാ. ഇപ്പൊ നിർത്താൻ ഒരു സ്ഥലവുമില്ല. ഇതിനെ ഇവിടെ നിർത്തിയിട്ടേ ഇത് കാണാൻ കൊള്ളാവുന്ന ഇതിനെ അങ്ങ് ഞാൻ കൊണ്ടുപോക്കട്ടെ. മാഡം പിന്നെ നല്ല രസപ്പെടാ. അല്ല പിന്നെ മാഡം ഒരു സ്ത്രീ അല്ലേ? ഞാനല്ല. അല്ല ആണ്. എനിക്കും എന്റെ ഏട്ടനും കൂടെ ഇന്ന് രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഒരു റൂം തരുമോ? മാഡം അങ്ങനെ പറയല്ലേ മാഡം. ഈ സുന്ദരിയായ എന്റെ കാമുകിയെ കൊണ്ട് പോകുമ്പോ ആരെങ്കിലും കാപാലികന്മാർ ചാടി വീണാലോ? ഞങ്ങൾക്കൊരു റൂം തരണം. ഇല്ലെങ്കിൽ വല്ല പുഴയിലോ ആറ്റിലോ ഞങ്ങൾ ചാവ്. ഞങ്ങളുടെ ശവം കൊണ്ട് തീറ്റിക്കുന്നു. എന്റെ ഭഗവാനെ, വയസ്സാം കാട്ടി ഇവരെന്നെ കോടതി കയറ്റുമോ? ഞങ്ങളുടെ റൂം എവിടാ മാഡം? അയ്യടാ റൂം പോയി സെക്യൂരിറ്റി റൂമിൽ കിടക്കും. ഈ ചേച്ചിനെ നിങ്ങൾ ആരുടെ മുകളിൽ കിടത്തു കേട്ടാ. ഇത് ഇവരുടെ കിടക്കട്ടെ. എങ്കിൽ ഇവള് അയ്യോ ഞാൻ ആരുടെ കൂടെ കിടക്കും? ഒരു കാര്യം ചെയ്യും, അവളുടെ കൂടെ കിടന്നു. ഞാൻ അവളുടെ കിടക്കാം. വേണ്ട അയ്യോ വേണ്ട. ഏട്ടന് മീനുവിനെ വിശ്വാസമില്ലേ? മീനുവിനെ വിശ്വാസമുണ്ട്, പക്ഷെ അതിന്റെ അകത്തൊരു മനു ഉണ്ട്. അവനെ എനിക്ക് വിശ്വാസമില്ല. ഇനി അതിന്റെ തർക്കം വേണ്ട. ഒരു കാര്യം ചെയ്യും, കൊച്ചന്റെ കൂടെ കിടന്നു. കിടക്ക് വേണ്ട അങ്ങോട്ട്. മാഡം വലിയൊരു ഉപകാരമാണ് ഞങ്ങൾക്ക് ചെയ്തത്. ഈ രാത്രി എന്റെ ഏട്ടനെ എന്നെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തില്ലേ? അല്ല അതെന്താന്നറിയോ, ഞാൻ അങ്ങനെ ദുഷ്ടത്തിയൊന്നല്ല. എനിക്ക് പ്രണയത്തിലൊക്കെ വിശ്വാസമൊക്കെ ഉള്ളത്. ഞാൻ പണ്ട് പ്രണയിച്ചിട്ടുള്ളതാ. യോ മാഡം പ്രണയിച്ചിട്ടുണ്ടോ? എങ്കിൽ പറ. പണ്ട് ഞങ്ങളെ ടൈപ്പ് റൈറ്റിംഗിന്റെ സമയത്തായിരുന്നു. അന്നൊക്കെ ടൈപ്പ് ആണല്ലോ. ടൈപ്പ് പഠിക്കാൻ പോയപ്പോഴേ ഒരു ബാലകൃഷ്ണ സാർ ഉണ്ടായിരുന്നു. ഞാനും ബാലകൃഷ്ണ സാറ് ഭയങ്കര പ്രണയായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളിങ്ങനെ ടൈപ്പ് ചെയ്ത് നിൽക്കുമ്പോഴേ സാറ് പറഞ്ഞു ഞങ്ങൾ സിനിമയ്ക്ക് പോവാന്ന്. ബാലകൃഷ്ണൻ സാർ ഒരു ടൈപ്പ് ആണല്ലേ? അല്ല സിനിമക്ക് പോയല്ലോ. അപ്പൊ ഉച്ചക്കത്തെ ഷോയ്ക്ക് ഞങ്ങൾ പോണ വഴിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് മഴ പെയ്തു. പോണ വഴിക്ക് അന്ന് കൊടയൊന്നും ഇല്ലല്ലോ, വണ്ടിയൊന്നും ഇല്ലല്ലോ. ഞങ്ങള് നനഞ്ഞ് അങ്ങോട്ട് കുളിച്ചിട്ടേ രണ്ടുപേരും കൂടെ ഒരു കടയുടെ തിണ്ണയിൽ കയറി നിന്നു ഞങ്ങൾ. അപ്പൊ ഒരു മിനിറ്റ്, ആരത്? എന്തുവാടി അവിടെ? ഇവള് മാറക്കൊണ്ട്. അപ്പൊ ഞാനും ബാലകൃഷ്ണൻ സാറിന്റെ കാര്യം പറഞ്ഞല്ല. അപ്പൊ ഞങ്ങള് സിനിമയ്ക്ക് പോയല്ലോ. പിന്നെ കടത്തിന്റെ കയറിയുന്നില്ല, ബാക്കി പണം. അപ്പൊ ഞങ്ങളിങ്ങനെ മഴ നനഞ്ഞിട്ട് ഇങ്ങനെ നിന്നപ്പോഴേ സാറ് എന്നെ വല്ലാത്തൊരു നോട്ടം. എനിക്കങ്ങോട്ട്
എന്താ പറയണ്ടേ? നിന്ന നിപ്പില് ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടാവണം. അയ്യോ ഞാനും ഇല്ലാണ്ടാകുക അല്ല. അപ്പൊ സാറിങ്ങനെ എന്നെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിച്ചോളൂ അതോ വേറെ ടൈപ്പിലാണ് പിടിച്ചത്? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വരണോ? ഇത് എന്തൊരു കഷ്ടം, പാതിരാത്രിയുള്ള ഉറക്കമില്ലല്ലോ ഇവങ്ങൾക്ക്. അപ്പൊ ഞാനും ബാലകൃഷ്ണ സാറ് പണഞ്ഞ ആദ്യം. ഞങ്ങള് മഴയത്തും പണഞ്ഞ്, കടയിൽ അവിടെ കേറിയതും പണഞ്ഞ്, അപ്പൊ ബാക്കി പണ. അപ്പൊ ഞങ്ങളിങ്ങനെ ഒന്നിച്ചിങ്ങനെ ഇരുന്നിട്ടേ സാറെന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എന്നെ ഇങ്ങനെ എനിക്കിങ്ങോട്ട് ശരീരമൊക്കെ വിറച്ചിട്ട് എനിക്കും വിറക്കുന്നു. നമ്മളെ കുറെ നേരമായില്ലേ അവിടെ കൊണ്ട് മേളിക്കൊണ്ട് കയറ്റി വെച്ചിട്ട് നിങ്ങൾ ഇടക്കിടക്ക് അങ്ങോട്ട് പോണത്? ബാക്കി കാര്യം പറഞ്ഞിട്ട് പോകും. നിന്റെ സൗണ്ട് എന്താ എങ്ങനെ ഡബ്ബി ചെയ്യുമ്പോ അങ്ങനെയാ? ഡബ്ബി ചെയ്ത് അങ്ങനെ വരുന്ന പോയതാ മീനൂട്ടിയാ. കഥ പറയാനുള്ള മൂടില്ല, കിടന്നുറങ്ങിക്കോ. അപ്പുറത്ത് പോയി കിടന്നു. ജോത്സ്യന് കൊടുക്കാൻ വെച്ചിരുന്ന പൈസ ഞാൻ കൊടുക്കത്തില്ല. കൂർക്കം വലിക്കല്ലേ? നിന്റെ മുടി എവിടെ പോയി? മുടി കിളിക്കുമല്ല. അയ്യോ മീനുട്ടിയുടെ മുടിക്ക് വന്നേ, മീനുട്ടിക്ക് മുടി വന്നേ, മീനുട്ടിക്ക് മുടി വന്നേ, മീനുട്ടിക്ക് മുടി. അയ്യോ ഞാനത് എന്താണ് നടക്കുന്നത്? ഇവിടെ ഒന്നും നടക്കുന്നില്ല. അത് പിന്നെ ഞാൻ മേഡം പറയാം. സുമേഷേട്ട സ്നേഹിക്കുന്ന പെൺകുട്ടി ഞാനാ. അപ്പൊ ഇത് അതെന്റെ കൂട്ടുകാരൻ മനു. അയ്യോ അവന്റെ കൂടെ ഞാൻ രാത്രി മുഴുവൻ കിടന്നിറങ്ങിയത്. അയ്യോ പേടിക്കണ്ട, ഒന്നുമില്ല. മര്യാദക്ക് സത്യം പറഞ്ഞു. ഞാൻ ഇപ്പൊ എല്ലാരും വിളിക്കും, പോലീസിനെ വിളിക്കും, നാട്ടുകാരെ മുഴുവൻ ഞാൻ വിളിക്കും. ഇവിടുത്തെ കുട്ടികളെ വിളിക്കും, എല്ലാരെയും വിളി. എന്തിനാ ഈ വിഗ്ഗൂരിട്ട് കാര്യങ്ങൾ പറയട്ടെ? എന്താണ് കാര്യം പറയാൻ? ഇവര് രണ്ടുപേരും കൂടെ ഇവിടുത്തെ കല്യാണം കഴിച്ചു പോയെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ചുക്കും നടക്കില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും കൂടെ ഇന്നലെ രാത്രി കെട്ടിപ്പിടിച്ച് കിടന്നില്ലേ? അത് പറഞ്ഞാ നീ ഞാൻ പറയാം. അയ്യോ ഇവൻ നമ്മളെ പറ്റിക്കേരുന്നടി. ഇവൻ ശരിക്കും സ്നേഹിക്കുന്ന പെണ്ണ് ഇതാണ്. അതവന്റെ കുഞ്ഞമ്മ. കുഞ്ഞമ്മയല്ല, കുഞ്ഞപ്പൻ.